പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ആണ്. മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ അതുപോലെ മാത്സിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ അവേദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് IO is a form of macroeconomic analysis based on the interdependency between different economic sectors or industry. ഡിഫറെൻറ്റ് എക്കണോമിക് സെക്ടേഴ്സും ഇൻഡസ്ട്രികളും തമ്മിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള അവർ തമ്മിലുള്ള ഒരു ഇൻ്റർഡിപ്പെൻഡൻസിയെ അനലൈസ് ചെയ്യുന്ന ഒരു മാക്രോ എക്കണോമിക് അനാലിസിസ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നോബൽ പ്രൈസ് നേടിയിട്ടുള്ള വാസിലി ലിയോന്തിഫാണ്. ഓക്കെ, ഈസ് മോഡൽ അപ്പിയർഡ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ അമേരിക്കൻ എക്കോണമി പബ്ലിഷ് ഇൻ 1936. ഇദ്ദേഹത്തിൻ്റെ മോഡൽ പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദ അമേരിക്കൻ എക്കോണമി പബ്ലിഷ് ഇൻ 1936 ആണ്. നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് പറയുന്നത് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ടെൽ അസ് ദാറ്റ് ദർ ആർ ഇൻഡസ്ട്രിയൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻസി ഇൻ ദ എക്കണോമിക് സിസ്റ്റം ആസ് എ ഹോൾ. ഒരു ഇൻഡസ്ട്രിയൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർ ഡിപ്പെൻഡൻസി ഇൻ ദ എക്കണോമിക് സിസ്റ്റം ആസ് ഹോൾ. എക്കണോമിക് സിസ്റ്റത്തിലുള്ള ഓരോ ഘടകങ്ങളും തമ്മിൽ ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസി ഉണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. ദ ഇൻപുട്ട് ഓഫ് വൺ ഇൻഡസ്ട്രി ആർ ദ ഔട്ട്പുട്ട് ഓഫ് അനദർ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയുടെ ഇൻപുട്ട് എന്തായിരിക്കും? ഇൻപുട്ടുകൾ എന്തായിരിക്കും? മറ്റൊരു വ്യവസായത്തിൻ്റെ ഔട്ട്പുട്ടായിരിക്കും. ഒരു ഫേമിൽ ഉണ്ടാക്കുന്ന, ഒരു ഉദാഹരണത്തിന് മൈദ ഉണ്ടാക്കുന്ന ഫേമിൻ്റെ മൈദ എന്തായിരിക്കും? അത് ഇവിടുത്തെ ഒരു ഔട്ട്പുട്ടായിരിക്കും. അത് മറ്റൊരു ഫേമിൽ ബ്രെഡ് ഉണ്ടാക്കുന്ന ഫേമിൽ എന്തായിരിക്കും? അത് അവരുടെ ഇൻപുട്ടായിരിക്കും. ആൻഡ് വൈസ് വേഴ്സ. സോ ദാറ്റ് അൾട്ടിമേറ്റ്ലി ദെയർ മ്യൂച്വൽ റിലേഷൻ ലീഡ് ടു ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ ദ എക്കോണമി ആസ് എ ഹോൾ. ഇവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? അത് ഇക്വിലിബ്രിയത്തിലേക്ക് നയിക്കും ബിറ്റ്വീൻ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ ദ എക്കോണമി ആസ് എ ഹോൾ. ഇതാണ് ഇതിൽ നമ്മൾ പറയും. ഇൻ എസൻസ് IO അനാലിസിസ് ഈസ് ടെക്നിക് ഓഫ് അനലൈസിങ് ഇന്റർ ഇൻഡസ്ട്രി റിലേഷൻ. ഇതിൽ ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്താണ്? ഇന്റർ ഇൻഡസ്ട്രി റിലേഷനാണ്. അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? മറ്റൊരു ഫേമിൻ്റെ ഇൻപുട്ടായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഇൻ്റർ റിലേഷൻഷിപ്പാണ്. മ്യൂച്വൽ അല്ലെങ്കിലും ഇൻ്റർ റിലേഷൻഷിപ്പാണ്. ഓരോ ഫേമുകളും തമ്മിൽ എന്തുണ്ടാവും? ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ അസംഷൻ പറയുന്നത് ഇറ്റ് അസ്യൂം ദാറ്റ് ഈച്ച് സെക്ടർ ഓഫ് ദ എക്കോണമി കൺസ്യൂം ഇൻപുട്ട് ഇൻ ഫിക്സഡ് പ്രപ്പോർഷൻ. ഒരു എക്കോണമിയിലെ ഓരോ സെക്ടേഴ്സും എന്ത് ചെയ്യും? ഇൻപുട്ട് ഇൻ ഫിക്സഡ് പ്രപ്പോർഷനിലാണ് കൺസ്യൂം ചെയ്യുക. ഇറ്റ് അസ്യൂം ദാറ്റ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. മറ്റൊന്ന് ഫേമുകൾ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. ദ മോഡൽ അസ്യൂം നോ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഇൻപുട്ട്. ഡിഫറൻറ്റ് ഇൻപുട്ടുകൾ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കില്ല. ദ മോഡൽ അസ്യൂം ദാറ്റ് ആൾ ഫേം വിത്തിൻ എൻ ഇൻഡസ്ട്രി ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ കോമൺ പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേമും എന്തായിരിക്കും? ഒരു കോമൺ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും എന്നാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻഡസ്ട്രി ഹോമോജിനിറ്റി എന്ന് പറയും. നോ സപ്ലൈ കൺസ്ട്രെയിൻ. സപ്ലൈയിൽ കൺസ്ട്രെയിൻ ഉണ്ടായിരിക്കില്ല. ഇറ്റ് അസ്യൂം സ്റ്റേറ്റ് ഓഫ് ഫിക്സഡ് ടെക്നോളജി. ഇവിടെ ഫിക്സഡ് ടെക്നോളജി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. എ പ്രൊഡ്യൂസർ ക്യാൻ നോ ഫ്രം ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ ദ വെർട്ടിക്കൽ ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് വിച്ച് ഹി ആൻഡ് ദ അതർ ഫേം ബൈ ആൻഡ് സെൽ ടു ഈച്ച് അതർ. ഒരു പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ അറിയാം. ദ വെറൈറ്റീസ് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് വിച്ച് ഹി ആൻഡ് ദ അതർ ഫേം ബൈ ആൻഡ് സെൽ ടു ഈച്ച് അതർ. ഓരോ ഫേമും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന, അവർ തമ്മിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച്, അതിൻ്റെ വെറൈറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അവർക്കറിയാം. It is also possible to find out from the input-output table interrelation among firms and industry about possible trends toward combination. നമ്മൾ പോസിബിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിളിൽ നിന്ന് അതിനൊരു ടേബിൾ ഉണ്ട്, ഇൻ്റർ റിലേഷൻ എമംഗ് ഫേം. ഒരു ഫേമുകൾ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻ അതിൽ നിന്ന് മനസ്സിലാക്കും. ആൻഡ് ഇൻഡസ്ട്രി അബൌട്ട് പോസിബിൾ ട്രെൻഡ്സ് ടുവാർഡ് കോമ്പിനേഷൻ. കോമ്പിനേഷനിലുള്ള ട്രെൻഡ്സും പോസിബിൾ ആയിട്ടുള്ള ട്രെൻഡ്സും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ദ എഫക്ട്സ് ഓഫ് പ്രൊലോങ്ഡ് സ്ട്രൈക്ക് ഓഫ് എ വാർ ആൻഡ് ബിസിനസ് സൈക്കിൾ ക്യാൻ ബി ഈസിലി പെർസീവ്ഡ് ഫ്രം ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ. ഒരു ഫേമിൽ അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുമല്ലോ, ഒരു സ്ട്രൈക്ക്, വാർ, ബിസിനസ് സൈക്കിളുള്ള പ്രശ്നം, ഇതൊക്കെ ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് എഫക്റ്റൊക്കെ ഇതിൽ നിന്ന് അറിയാൻ സാധിക്കും. ദ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ഹാസ് കം ടു ബി യൂസ്ഡ് ഫോർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ഇത് യൂസ് ചെയ്യാൻ കഴിയും. ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് മോർ ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ ഓഫ് മാക്രോ എക്കണോമിക് ആഗ്രിഗേറ്റ് ആൻഡ് മണി ഫ്ലോ. ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാക്രോ എക്കണോമിക് ആഗ്രിഗേറ്റും അതുപോലെ മണി ഫ്ലോയും കൃത്യമായിട്ട് അതിൻ്റെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ദ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ നാഷണൽ എക്കണോമിക് പ്ലാനിങ്. നാഷണൽ എക്കണോമിക് പ്ലാനിങ്ങിനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഒന്ന് ക്ലോസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡലിൽ ഈ ക്ലോസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ എനി എക്സ്റ്റേണൽ ഡിമാൻഡ് ഇത് കൺസിഡർ ചെയ്യില്ല. ബട്ട് ഓൺലി ഇൻറ്റേർണൽ ഡിമാൻഡ്. ഇത് ഇൻറ്റേർണൽ ഡിമാൻഡ് മാത്രം വിച്ച് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ബൈ ദ ഇൻഡസ്ട്രി.
ഇൻഡസ്ട്രീസ് ആർ ദർ ഈസ് നോ ഫൈനൽ ഡിമാൻഡ് സെക്ടർ. ഇവിടെ എന്തുണ്ടാവില്ല, ഫൈനൽ ഡിമാൻഡ് സെക്ടർ ഉണ്ടായിരിക്കില്ല. ആ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇവിടെ ഒരു എക്സ്റ്റേണൽ ഡിമാൻഡ് സെക്ടർ ഉണ്ടാവില്ല. ഇത് ആ ഫേമിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക, സാറ്റിസ്ഫൈഡ് ബൈ ദ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ നോ ഫൈനൽ ഡിമാൻഡ് സെക്ടർ ഉണ്ടായിരിക്കില്ല. അടുത്ത് ഓപ്പൺ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഇറ്റ് ഇൻവോൾവ്സ് ഇൻഡസ്ട്രി ഡിമാൻഡ്. രണ്ട് ഇൻഡസ്ട്രി തമ്മിലുള്ള ഡിമാൻഡ് ഇതിൽ നിന്ന് അറിയാൻ സാധിക്കും. ഫൈനൽ ഡിമാൻഡ് ഈസ് ബൈ ദ ഹൗസ് ഹോൾഡ്. ഫൈനൽ ഡിമാൻഡ് എന്ന് പറയുന്ന ഹൗസ് ഹോൾഡ് ആയിരിക്കും. ദ പ്രൈമറി ഇൻപുട്ട് ഇൻ ദിസ് മോഡൽ ഇസ് ദ ലേബർ. പ്രൈമറി ഇൻപുട്ട് എന്തായിരിക്കും, ലേബർ ആയിരിക്കും. സ്റ്റാറ്റിക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഇൻ ദിസ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് എക്സോജീനിയസ് ഇൻ നേച്ചർ. ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും, എക്സോജീനിയസ് ആയിരിക്കും. ഇൻക്ലൂഡ് ബോത്ത് ഇൻഡസ്ട്രി ആൻഡ് ഫൈനൽ ഡിമാൻഡ്. ഇവിടെ ഇൻഡസ്ട്രി ഉണ്ടാവും, ഫൈനൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഡൈനാമിക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഡോർഫ്മാൻ, സാമുൽസൺ, സോളോ. ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റാറ്റിക് മോഡൽ. ഇതൊരു സ്റ്റാറ്റിക് മോഡലിലെ എക്സ്റ്റൻഷൻ ആണ്. ബട്ട് ട്രീറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആസ് എ എൻഡോജീനിയസ് വേരിയബിൾ. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, എൻഡോജീനിയസ് വേരിയബിൾ ആയിരിക്കും. ഇറ്റ് ഹൈലൈറ്റ് ദ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ഡിഫറൻറ്റ് സെക്ടേഴ്സ്. ഇതെന്ത് ചെയ്യും, ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ഡിഫറൻറ്റ് സെക്ടേഴ്സിലെ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഹൈലൈറ്റ് ചെയ്യും. പാർട്ട് ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് കെപ്റ്റ് ടു ആഡ് ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഔട്ട്പുട്ടിലെ പാർട്ട് എന്ത് ചെയ്യും, ആഡ് ടു ദ ക്യാപിറ്റൽ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യും. ഹവർ ദ ഔട്ട്പുട്ട് ഷുഡ് ബി ലാർജ് ഇനഫ് സോ ദാറ്റ് ഇറ്റ് കവേഴ്സ് കറന്റ് പ്രൊഡക്ഷൻ. ഇതെന്ത് ചെയ്യും, കറന്റ് പ്രൊഡക്ഷൻ കവർ ചെയ്യും. കറന്റ് കൺസംഷൻ, അഡീഷൻ ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക്, ഇത് മൂന്നും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ 4 തരമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ക്ലോസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഇത് എക്സ്റ്റേണൽ ഡിമാൻഡ് ഉണ്ടായിരിക്കില്ല. ഓപ്പൺ ഇൻപുട്ട് മോഡൽ. ഇതിൽ ഇൻഡസ്ട്രി ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഫൈനൽ ഡിമാൻഡ് എന്തായിരിക്കും, ഹൗസ് ഹോൾഡ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റാറ്റിക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ ഫൈനൽ ഡിമാൻഡ് ഉണ്ടാവും, ഇൻഡസ്ട്രി ഡിമാൻഡ് ഉണ്ടാവും. നാലാമത്തെ ഡൈനാമിക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഇതെന്ന് പറയുന്ന സ്റ്റാറ്റിക് മോഡലിലെ എക്സ്റ്റൻഷൻ ആണ് ഉള്ളത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും, എൻഡോജീനിയസ് വേരിയബിൾ ആയിരിക്കും. ഇനി ഇതിലുള്ള ഹോക്കിൻസ് സൈമൺ കണ്ടീഷൻ. ഇത് മെട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രോബ്ലം ചെയ്യൽ. ഇതിൽ പ്രോബ്ലം ചെയ്യുന്ന പറയുന്നില്ല. ദ കണ്ടീഷൻ മെയിൻറ്റെയിൻ ദ ഫീസിബിലിറ്റി ആൻഡ് വയബിലിറ്റി ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ ഫീസിബിലിറ്റി വയബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടീഷനാണ് പറയുന്നതെന്ന്. ഡിറ്റർമിനൻറ്റ് ഓഫ് I minus A should be positive. I എന്ന് പറഞ്ഞാൽ എന്താണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് മൈനസ് എ ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കും. ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് I minus A ഷുഡ് ബി പോസിറ്റീവ്. ഡയഗണൽ എലമെൻറ്റ്സ് I minus A എൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ആൾ പ്രിൻസിപ്പൾ മൈനസ് ഇൻ ദ മെട്രിക് ഷുഡ് ബി പോസിറ്റീവ്. പ്രിൻസിപ്പിൾ ആയിട്ടുള്ള മൈനറുകളിൽ പ്രിൻസിപ്പിൾ മൈനസ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സം ഓഫ് ഇൻപുട്ട് കോഫിഷ്യൻ ഷുഡ് ബി ലെസ് ദാൻ 1. ഇൻപുട്ട് കോഫിഷ്യൻറ്റിൻ്റെ സം എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ദിസ് കണ്ടീഷൻ ഈസ് ആൾസോ നോൺ ആസ് സോളോ കണ്ടീഷൻ. ഇതിനെ സോളോ കണ്ടീഷൻ എന്ന് പറയും. സിഗ്മ Aij ഈസ് ലെസ് ദാൻ 1. സം ഓഫ് ആൾ എലമെൻറ്റ്സ് ഓഫ് ഈച്ച് column of the matrix including the coefficient should be equal to 1. Sigma Aij is equal to 1 including labor. Do not include labor. Sigma Aij is less than 1. ലാബർ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് സിഗ്മ Aij 1 ആകുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. Condition which must be satisfied. Viability condition. It means that no element of technology coefficient matrix can be less than 0. Technology coefficient matrixile elements ഒരിക്കലും 0 ആവാൻ പാടില്ല. Feasibility condition. Sum of elements in each column of inverse coefficient matrix must be equal to 1. Sum of elements in each column of inverse coefficient matrix. ഇൻവേഴ്സ് കോഫിഷ്യൻ മെട്രിക്സിൻ്റെ സം ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് കോളം, ഓരോ കോളത്തിലും മസ്റ്റ് ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. കോൺസ്റ്റൻസി ഓഫ് ഇൻപുട്ട് കോഫിഷ്യൻ്റ് അസംഷൻ അൺറിയലിസ്റ്റിക്. കോൺസ്റ്റൻസി ഓഫ് ഇൻപുട്ട് കോഫിഷ്യൻ്റ് എന്ന് പറയുന്ന അസംഷൻ എന്തായിരിക്കും, അൺറിയലിസ്റ്റിക് ആണെന്ന് പറയുന്നത്. ദ അസംഷൻ ഓഫ് ഫിക്സഡ് കോഫിഷ്യൻ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇഗ്നോർ ദ പോസിബിലിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫിക്സഡ് കോഫിഷ്യൻ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള അസംഷൻ പറയുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ദ പോസിബിലിറ്റി ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫാക്ടറുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ലേബർ ടു ക്യാപിറ്റൽ, ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പോസിബിലിറ്റി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇതൊരു റിജിഡ് മോഡലാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ റെസ്ട്രിക്റ്റീവ് മോഡലാണ്. ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് നോട്ട് കോൺസ്റ്റൻറ്റ്. ഒരിക്കലും ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ഡിഫിക്കൽട്ട്. ഇതിൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നിന്ന് തിയറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമായിരുന്നു. ഓക്കെ, താങ്ക് യു.